ഇന്ന് വിശുദ്ധ ജെറോമിൻ്റെ തിരുനാളാണ്. വേദഗ്രന്ഥത്തെക്കുറിച്ച്, ബൈബിളിനെക്കുറിച്ചുള്ള അജ്ഞത മിശിഹായെക്കുറിച്ചുള്ള അജ്ഞത തന്നെയാണെന്ന് പറഞ്ഞ വിശുദ്ധൻ. ഏറ്റവും അമൂല്യമായത് കണ്ടെത്തി കഴിയുമ്പോൾ ബാക്കിയെല്ലാം നിസ്സാരമായി കരുതപ്പെടും. അതിൻ്റെ നല്ല ഉദാഹരണമാണ് സെയിൻറ്റ് ജെറോം. ഒന്നെങ്കിൽ കർത്താവിനോട് ചേർന്ന് വിശുദ്ധ ജീവിതം ജീവിച്ചാൽ ആ വിശുദ്ധ ജീവിതത്തിൽ ഒരു പീഡനം, ഒരു സഹനം, ഒരു കണ്ണീരൊക്കെ പാർട്ട് ആൻഡ് പാഴ്സൽ അതിൻ്റെ ഭാഗമായിട്ട് വരും. ഇനി അത് വേണ്ടെന്ന് വെച്ചാൽ ഇപ്പുറത്ത് നിങ്ങൾ വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അധപതിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ ആരെങ്കിലുമൊക്കെ വഞ്ചിക്കും, ആരാലെങ്കിലുമൊക്കെ നിങ്ങളും വഞ്ചിക്കപ്പെടും. നെറ്റ് റിസൾട്ട് അധപതിക്കും. ഒരു വശത്ത് പീഡനം, ഒരു വശത്ത് അധപതനം. ഭേദം പീഡനമല്ലേ? കർത്താവിനോട് ചേർന്ന് ഒരല്പം പീഡനം അനുഭവിച്ചാലും സാരമില്ല. പൗലോസ്ലീഹ തന്നെ പറയുന്നു, അവനോട് കൂടെ ക്രൂശിക്കപ്പെടുന്നവർ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കപ്പെടും. അപ്പം നമ്മുടെയൊക്കെ തലമുറയ്ക്ക്, ഒരല്പം മുതിർന്ന തലമുറയ്ക്ക് ജീവിതകാലം മുഴുവൻ വിശുദ്ധിയോടെ ജീവിക്കാനുള്ളത് ചെറുപ്പകാലത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിനക്ക് ജീവിക്കേണ്ടത് എങ്ങനെയെന്നുള്ള വിശുദ്ധ ലിഖിതങ്ങൾ ചെറുപ്പം മുതലേ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് ആ കുഞ്ഞുങ്ങളോട് നമുക്ക് കുറേ കാലം കഴിഞ്ഞ് പറഞ്ഞു കൊടുക്കണ്ടേ? കുറേ കാലം കഴിയുമ്പോൾ സങ്കടത്തിൻ്റെ ഒരു നേരം വരുമ്പോൾ ഈ പറഞ്ഞ ഒരു വശത്ത് സഹനം, പീഡനം, ഇപ്പുറത്ത് അധപതനം നിൽക്കുമ്പോൾ അവരുടെ ഉള്ളിലൊരു വിത്ത് വേണ്ടേ നാമ്പെടുത്ത് കിളുത്തു വരാൻ? അപ്പോൾ തിരുവചനത്തിൻ്റെ ദൈവിക പഠിപ്പീരുകളുടെ വിത്ത് കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിലേ ഇട്ട് കൊടുക്കണേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സെപ്റ്റംബർ 30 പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 52 വരെയുള്ള വാക്യങ്ങളും, ലേഖനം തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളുമാണ്. ഇന്ന് വിശുദ്ധ ജെറോമിൻ്റെ തിരുനാളാണ്. സഭാപിതാവാണ്. ഡോക്ടർ ഓഫ് ദ ചർച്ച് എന്ന് സഭ പ്രത്യേക അംഗീകാരം കൊടുത്തിരിക്കുന്ന വിശുദ്ധനാണ്. ലാറ്റിൻ സഭാപിതാവാണ്. അദ്ദേഹമാണ് വിശുദ്ധ ഗ്രന്ഥം ലത്തീനിലേക്ക് വുൾഗേറ്റ് എന്ന പേരിൽ, വുൾഗാത്ത എന്നറിയപ്പെടുന്ന ലത്തീൻ തർജിമ ഒരുക്കിയത് സഭാപിതാവായ ജെറോമാണ്. വലിയ ബൈബിൾ പണ്ഡിതനാണ്. അദ്ദേഹമാണ് പറഞ്ഞത്, വേദഗ്രന്ഥത്തെക്കുറിച്ച്, ബൈബിളിനെക്കുറിച്ചുള്ള അജ്ഞത മിശിഹായെക്കുറിച്ചുള്ള അജ്ഞത തന്നെയാണെന്ന് പറഞ്ഞ വിശുദ്ധൻ, വിശുദ്ധ ജെറോം. ബൈബിളിനോട് ബന്ധം കൂടാൻ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വെളിപ്പെടുന്ന ദൈവിക വെളിപാടിനെ, മിശിഹ രഹസ്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ, ഒപ്പം വചനാധിഷ്ഠിതമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ വിശുദ്ധ ജെറോമിൻ്റെ മാധ്യസ്ഥ്യം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരേ സമയം വലിയ പണ്ഡിതനും, എന്നാൽ ആ പാണ്ഡിത്യത്തെ പ്രാർത്ഥനയിൽ ദൈവത്തിന് മുമ്പാകെ എളിമയോടെ നിർത്തുകയും ചെയ്ത ഒരു വിശുദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം ദൈവശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഒരാൾ. പണ്ഡിതനാണ്, അറിവിനെ പ്രാർത്ഥനയാക്കിയ ഒരാൾ. അപ്പോൾ വിശുദ്ധ ജെറോമാണ് ഇന്ന് നമ്മൾ പ്രത്യേകം അനുസ്മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തിരുനാളിൻ്റെ പ്രത്യേക വായനകളാണ് ഈ പറഞ്ഞത്. സാധാരണഗതിയിൽ വരുന്ന വായനകളല്ല, തിരുനാളിൻ്റെ വായനകൾ. മത്തായി സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 52. സുവിശേഷത്തിൽ നിന്ന് ചെറിയ ചിന്ത. സ്വർഗരാജ്യത്തെ കണ്ടെത്തുന്നവൻ വില കൊടുത്ത് അത് വാങ്ങും. സ്വർഗരാജ്യത്തെ കണ്ടെത്തുന്നവൻ വില കൊടുത്ത് അത് വാങ്ങും. അതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ആശയം സുവിശേഷത്തിലുള്ളത്. ജെറോം അതിൻ്റെ നല്ല ഉദാഹരണമാണ്. ഈ വചനത്തിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്വർഗരാജ്യം കണ്ടെത്തിയവൻ അവൻ്റെ ജീവിതം തന്നെ വിലയായി കൊടുത്ത് ആ വേദഗ്രന്ഥത്തെ മാറോട് ചേർത്തു. സുവിശേഷത്തെ, തിരുവചനത്തെ ഉപാസിച്ചു. ഏറ്റവും അമൂല്യമായത് കണ്ടെത്തി കഴിയുമ്പോൾ ബാക്കിയെല്ലാം നിസ്സാരമായി കരുതപ്പെടും. അതിൻ്റെ നല്ല ഉദാഹരണമാണ് സെയിൻറ്റ് ജെറോം, കർത്താവിനെ, തിരുവചനത്തെ ഉപാസിച്ചവൻ. ഇനി ഇന്ന് നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോകുന്നത്, ഞാൻ സുവിശേഷത്തെക്കുറിച്ച് പെട്ടെന്ന് പറഞ്ഞു മാറ്റിയപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇന്ന് വ്യാഖ്യാനിക്കാൻ പോകുന്നത് ലേഖനമാണ്. ലേഖന ഭാഗം +364ൻ്റെ എല്ലാ സ്ഥിര പ്രേക്ഷകരും എടുക്കണം. ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നവരുടെ അറിവിലേക്കാണ്. ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മളിങ്ങനെ എപ്പോഴും എടുക്കാനൊക്കെ പറയുമെങ്കിൽ ചിലപ്പോൾ നിർബന്ധം പിടിക്കും. ബൈബിൾ എടുക്ക്, വരയ്ക്ക്, പഠിക്ക്. ഇന്ന് നമ്മൾ നന്നായിട്ട് പഠിക്കാൻ പോകുന്ന, നല്ല സുന്ദരമായിട്ട്, പ്രത്യേകിച്ച് ബൈബിളിനെ, തിരുവചനത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒക്കെ ഇന്ന് ഗൗരവത്തോടെ പഠിക്കേണ്ട ഒരു ഭാഗം, ജെറോം പുണ്യവാളൻ്റെ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം. ഇന്നത്തെ ലേഖനം 2 തിമോത്തിയോസ് 3-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ബൈബിൾ എടുത്തേ. 2 തിമോത്തിയോസ്, 2 തിമോത്തി ചാപ്റ്റർ 3 വേഴ്സ് 12 ഓൺവേഴ്സ്. അവിടെ
ഓരോ ഘട്ടം ഘട്ടമായിട്ട് പേന എടുക്കണം, വരയ്ക്കണം, സൈഡിൽ കുറിക്കുന്നെങ്കിൽ അങ്ങനെ കുറിക്കുക, വേറെ നോട്ട്ബുക്ക് എഴുതുന്ന ശീലം ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതുക. ഒന്നാമത്തത് 12-ാം വാക്യം ഇങ്ങനെയാണ്: ഈശോ മിശിഹായോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. ഈശോയോട് ചേർന്ന് വിശുദ്ധ ജീവിതം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ വഴിയിൽ പീഡനമുണ്ടാകും. അപ്പം നമ്മൾ ഉടനെ കേട്ട പാടെ വിചാരിക്കും, കൊള്ളാലോ, എന്നാൽ പിന്നെ നമ്മൾ ആ പണിക്കില്ല. വിശുദ്ധ ജീവിതം നയിക്കാതിരുന്നാൽ പോരെ, ഈശോയോടധികം ചേരാതിരുന്നാൽ പോരെ, പിന്നെ കുഴപ്പമില്ലല്ലോ, നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ അങ്ങ് ജീവിച്ചു പൊക്കൊള്ളാം, അപ്പോൾ പിന്നെ പീഡനം ചോദിച്ചു വാങ്ങേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ വിചാരിക്കരുത്. അടുത്ത വാക്യം വായിക്കണം. അടുത്ത വാക്യം: അതേസമയം ദുഷ്ടരും കപടനാട്യക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപതിക്കും. 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ കർത്താവിനോട് ചേർന്ന് വിശുദ്ധ ജീവിതം ജീവിച്ചാൽ ആ വിശുദ്ധ ജീവിതത്തിൽ ഒരു പീഡനം, ഒരു സഹനം, ഒരു കണ്ണീരൊക്കെ പാർട്ട് ആൻഡ് പാഴ്സൽ, അതിൻ്റെ ഭാഗമായിട്ട് വരും. ഇനി അത് വേണ്ടെന്ന് വെച്ചാൽ ഇപ്പുറത്ത് നിങ്ങൾ വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അധപതിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ ആരെങ്കിലുമൊക്കെ വഞ്ചിക്കും, ആരാലെങ്കിലുമൊക്കെ നിങ്ങളും വഞ്ചിക്കപ്പെടും. നെറ്റ് റിസൾട്ട് അധപതിക്കും. ഒരു വശത്ത് പീഡനം, ഒരു വശത്ത് അധപതനം. ഭേദം പീഡനമല്ലേ? കർത്താവിനോട് ചേർന്ന് ഒരല്പം പീഡനം അനുഭവിച്ചാലും സാരമില്ല. പൗലോസ്ലീഹ തന്നെ പറയുന്നു, അവനോട് കൂടെ ക്രൂശിക്കപ്പെടുന്നവർ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കപ്പെടും. അപ്പോൾ ഇത്തരം നേരങ്ങളിൽ എങ്ങനെയൊന്ന് മുന്നോട്ട് പോകും? അതാണ് അടുത്ത വാക്യം. ഇങ്ങനെയാണ്: അത്തരം നേരങ്ങൾ ജീവിതത്തിൽ വരും. ഒരു വശത്ത് സഹനം, ഒരു വശത്ത് ഈ പാപത്തിൻ്റെ അധപതനം. അപ്പോൾ ആ നേരത്ത് 14-ാം വാക്യം എടുത്തു: എന്നാൽ നീ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്നോർത്ത് അവയിൽ സ്ഥിരമായി നിൽക്കുക. ഇതാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മൾ ഞായറാഴ്ച കാനാൻകാരിയെ വ്യാഖ്യാനിച്ചോ പറഞ്ഞില്ലേ, സ്ഥിരതയോടെ നിൽക്ക്. ഇത്തരം നേരങ്ങളിലാണ്, അറ്റ് സച്ച് സെനാരിയോ, അത്തരം നേരങ്ങളിലാണ് സ്ഥിരത വേണ്ടത്. പെർസിവറൻസ്, സ്ഥിരതയോടെ നിൽക്ക്, അനങ്ങരുത്, കുലുങ്ങരുത്. ആ നേരത്ത് ഒന്നും മിണ്ടില്ലും കുഴപ്പമില്ല, ചുമ്മാ ജസ്റ്റ് ബി ദേർ, സ്ഥിരതയോടെ നിൽക്ക്. അത്തരം നേരത്ത് അങ്ങനെ സ്ഥിരതയോടെ നിൽക്കാൻ എന്ത് സഹായിക്കും? അതാണ് അടുത്ത വാക്യം. 15-ാമത്തെ ഭയങ്കര കണക്റ്റാണ് ഈ ഭാഗം, നല്ല രസമാണത്. 15-ാമത്തെ വാക്യം: ഈശോ മിശിഹായുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതലേ പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മുടെയൊക്കെ തലമുറയ്ക്ക്, ഒരല്പം മുതിർന്ന തലമുറയ്ക്ക് ഒരു വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊക്കെ ഒരല്പം ഉഴപ്പിപ്പോയെങ്കിലും ജീവിതകാലം മുഴുവൻ വിശുദ്ധിയോടെ ജീവിക്കാനുള്ളത് ചെറുപ്പകാലത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെറുപ്പം മുതലേ വിശുദ്ധ ലിഖിതങ്ങൾ, തിരുവചനം, കർത്താവിൻ്റെ ഹിതം, സുവിശേഷത്തിൻ്റെ രഹസ്യങ്ങൾ, തിരുസഭയുടെ പഠിപ്പീരുകൾ കിട്ടിയിട്ടുള്ളൊരു തലമുറയാണത്. അതായത് അതിൻ്റെ അർത്ഥം എന്താ? വിത്ത് അവിടെ വിതച്ചിട്ടുണ്ടെന്ന്. വിത്ത് വിതച്ചിട്ടുണ്ട്. ഏത് നേരത്തും അത് നാമ്പെടുക്കാം. അതുകൊണ്ട് ഇത്തരം നേരങ്ങളിൽ ചെറുപ്പത്തിൽ പഠിച്ച നന്മകളിലേക്ക് തിരിച്ചു പോകണം, വിശുദ്ധ ലിഖിതങ്ങളിലേക്ക് തിരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രായത്തിലേ ഇത് കൊടുക്കണം. ചെറിയ പ്രായത്തിലേ കൊടുക്കുന്നത് ഈ പറഞ്ഞ വാക്യം അവരുടെ ജീവിതത്തിൽ അന്വർത്ഥമാകണ്ടേ. കുറച്ച് കഴിയുമ്പോൾ അവരോടും ഈ വാക്യം സംസാരിക്കും. എങ്ങനെ നിനക്ക് ജീവിക്കേണ്ടത് എങ്ങനെയെന്നുള്ള വിശുദ്ധ ലിഖിതങ്ങൾ ചെറുപ്പം മുതലേ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് ആ കുഞ്ഞുങ്ങളോട് നമുക്ക് കുറേ കാലം കഴിഞ്ഞ് പറഞ്ഞു കൊടുക്കണ്ടേ. കുറേ കാലം കഴിയുമ്പോൾ സങ്കടത്തിൻ്റെ ഒരു നേരം വരുമ്പോൾ ഈ പറഞ്ഞ ഒരു വശത്ത് സഹനം, പീഡനം, ഇപ്പുറത്ത് അധപതനം നിൽക്കുമ്പോൾ അവരുടെ ഉള്ളിലൊരു വിത്ത് വേണ്ടേ നാമ്പെടുത്ത് കിളുത്തു വരാൻ. അപ്പോൾ തിരുവചനത്തിൻ്റെ ദൈവിക പഠിപ്പീരുകളുടെ വിത്ത് കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിലേ ഇട്ട് കൊടുക്കണേ. ഉദാസീനത വിചാരിക്കരുത്. അസൗകര്യത്തിൻ്റെ പേര് പറഞ്ഞ്, തിരക്കിൻ്റെ പേര് പറഞ്ഞ് ദേവാലയത്തിൽ നിന്ന്, സുവിശേഷത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ അകറ്റരുത്. അകറ്റിയാൽ കുറച്ച് കഴിയുമ്പോൾ കിളുക്കാനൊരു വിത്ത് പോലും കാണില്ല അവരുടെ ഉള്ളിൽ. ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾക്ക് പ്രബോധനം കൊടുക്കണം. ഇനി അടുത്തത്, വിശുദ്ധ ഗ്രന്ഥം 4 കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം. അതെന്തിനാണെന്നുള്ളത് കിടപ്പുണ്ട്. ബൈബിൾ എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? താഴോട്ട് നോക്കിക്കേ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്, ഡിവൈൻലി ഇൻസ്പയർഡ് ആണ്. ദൈവനിവേശിതമാണ് വിശുദ്ധ ഗ്രന്ഥം. 4 കാര്യങ്ങൾ, ഓരോന്ന് 1, 2, 3 എഴുതിയിട്ടോ. അവ പ്രബോധനത്തിനും, പഠിപ്പിക്കാൻ, ഈശോയെക്കുറിച്ച് പഠിപ്പിക്കാൻ, രക്ഷാകര ചരിത്രം പഠിപ്പിക്കാൻ, ദൈവിക വെളിപാട് പഠിപ്പിക്കാൻ, പ്രബോധനത്തിന്, പ്രബോധനത്തിന്, ശാസനത്തിന്, 3-ാമത്തത് തെറ്റുതിരുത്തലിന്, 4-ാമത്തത് നീതിയിലുള്ള പരിശീലനത്തിന്. അപ്പോൾ പ്രബോധനം, പിന്നെ ശാസനം, തെറ്റുതിരുത്തൽ, കറക്ഷൻസ്, നീതിയിലുള്ള പരിശീലനം, ഫോർമേഷൻ ഇൻ ജസ്റ്റിസ്. നല്ല ഫോർമേഷൻ കൊടുക്കാൻ ഈ ബൈബിൾ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഡെയിലി ബൈബിൾ റീഡിങ് മസ്റ്റാണ്. ഡെയിലി ബൈബിൾ റീഡിങ്, ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ.
ഒരു ഭാഗം വെച്ച് എല്ലാ ദിവസവും ഒരു 5-10 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാനിരിക്കുന്നേ. ഇതെന്തിനൊക്കെ ഉപയോഗിക്കുമെന്നായി പറഞ്ഞിരിക്കുന്നത്? അത് നിന്നെ പഠിപ്പിക്കും, അത് നിന്നെ തിരുത്തും, അത് നിനക്ക് ശാസനം തരും, കറക്ഷൻസ് തരും, അത് നിന്നെ ഫോർമേഷൻ തരും, പരിശീലനം തരും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതാണ് അവസാനം. എന്തിനാണ് ഈ ബൈബിളൊക്കെ വായിക്കുന്നത്? എന്തിനാണ് കർത്താവിനെ അറിയുന്നത്? എല്ലാവരുടെയും ചോദ്യമാണ്. ഇത് ഓപ്ഷണൽ അല്ലേ? എന്താ ഇതിൻ്റെ മെച്ചം? 17-ാമത്തെ വാക്യം, ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കും. വി വിൽ ബി പെർഫെക്റ്റഡ്. പൂർണ്ണത കൈവരിക്കും മെല്ലെ. അതൊരു യാത്രയാണ്. അപ്പോൾ ആ പൂർണ്ണത ശരിക്കും നമ്മുടെ ലൈഫിൽ ഉണ്ടാകേണ്ടതാണോ? അതെ, ഈശോ പറഞ്ഞിട്ടല്ലേ പോയത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ആ പൂർണ്ണതയിലേക്ക് നമ്മളെ വളർത്തും എന്ത്? വിശുദ്ധ ഗ്രന്ഥം. പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യും. നീ നല്ലതാകും, നീ നല്ലത് ചെയ്യും. നല്ലതാകാൻ, നല്ലത് ചെയ്യാൻ തിരുവചനം നമ്മളെ സഹായിക്കും. തിരുവചനത്തേറെ സ്നേഹിച്ച, തിരുവചനം ബൈബിള് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഏറെ അധ്വാനിച്ച, അന്ന് പൊതുഭാഷയായി റോമൻ സഭയിൽ ഉപയോഗിച്ചിരുന്ന ലത്തീൻ ഭാഷയിലേക്ക് ഇതിനെ തർജിമ ചെയ്ത് കൊടുത്ത ജെറോം പുണ്യാളൻ്റെ തിരുനാൾ ദിവസം നമുക്കും ആഗ്രഹിക്കാം കൂടുതൽ താല്പര്യത്തോടെ വചനം വായിക്കാനും, വചനം നമ്മുടെ ജീവിതത്തെ പഠിപ്പിക്കാൻ, തിരുത്താൻ, പരിശീലിപ്പിക്കാൻ, അങ്ങനെ നല്ലതാകാൻ, നല്ലത് ചെയ്യാൻ കൃപ കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായേ, നിന്റെ വചനത്തിൻ്റെ നല്ല ഉപാസകരായി ഞങ്ങൾ വളരട്ടെ. അതിന് നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.